ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും. അമ്മ ഇന്ന് ഡിസ്ചാർജായി, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, അപ്പോൾ ഇന്നലെ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന്, പുള്ളിക്കാരിക്കും തീരെ വയ്യാതൊക്കെ ഇരിക്കുക, രാത്രി ഉറക്കമില്ല, ആകെ നിരാശയിൽ. ഞാൻ പറഞ്ഞ നിരാശപ്പെടേണ്ട, എല്ലാവർക്കും ഓരോ പ്രയാസങ്ങളുണ്ട്. ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴേ അറിയത്തു നമ്മൾ എന്തിക്കും നമ്മുടെ അവസ്ഥ വയ്യാത്ത. പക്ഷേ നമ്മൾ പലരോടും ഇടപെടുമ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായ രീതിയിൽ ഓരോ പ്രയാസങ്ങളാണ്. തൊണ്ടയ്ക്ക് കിഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ തലേന്ന് 2 ദിവസത്തിനും ആ ദിവസങ്ങളിൽ എടുത്ത വീഡിയോയാണ് ഇന്നത്തെ. അപ്പം മീൻ്റെ അച്ചാറിന് വേണ്ടി ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് എന്നോടൊരു അവൾക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന മീൻ്റെ അച്ചാർ അവൾക്ക് ഇഷ്ടം. ആൻറ്റി ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് മീൻകാരോട് ചോദിച്ചിട്ട്, ഇവിടെ മലയാളി ചോദിച്ചിട്ട് അവർ പറഞ്ഞ് അത് കാണാനേ ഇല്ലെന്ന്. ഒരു മിനിറ്റ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പുള്ളിയുടെ അല്ലെങ്കിൽ തന്നെ അയാളുടെ കയ്യിൽ ഇത്തിരി റേറ്റാണ്. പുള്ളിയെടുത്ത് പറയിച്ചാൽ മുടിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു കിലോ 550-600 ആകുമെന്ന്. അങ്ങനെ അത്രയൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഒരു കിലോ അച്ചാർ വേണമെങ്കിൽ എനിക്കൊരു 1.5 കിലോയിൽ കൂടുതൽ മീനൊക്കെ അങ്ങ് ചുരുങ്ങത്തില്ലേ, വേണ്ടി വരും. അപ്പോൾ ഞാൻ എത്ര വാങ്ങിച്ചാലും എനിക്ക് മുതലാവും. ഞാൻ മീനിൻ്റെ ഒന്നും വില പഴയ വില തന്നെ ഇട്ടേക്കുന്നത്. പുള്ളി ഇത്രയുമാ വേണോ, ഞാൻ പറഞ്ഞു ഒന്നാ വേണ്ടാന്ന്. നമ്മൾ ഇത്രയും റേറ്റിൽ ചോദിച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് ഇത്രയും ലാഭമില്ലെങ്കിൽ നമുക്കുള്ള അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇനിയും ട്രോളിങ് കൂടെ തുടങ്ങുന്നത്. അപ്പോൾ ആരും അങ്ങനെ നാട്ടിൽ മീനൊന്നും വാങ്ങിക്കാറില്ല. ഇല്ലേ, കടലിലില്ലേ ഒരു പോയി മറിഞ്ഞ് അതിൻ്റെ അകത്ത് വിഷാംശങ്ങളോ എല്ലാം ഉള്ളതെന്ന് പറഞ്ഞ് ആരും ഇപ്പം മീനൊന്നും വാങ്ങിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇവിടെയും ഞാൻ വന്നേ പിന്നെ മീനൊന്നും വാങ്ങിച്ചേ ഇല്ല. ഉള്ള ഇതുകൊണ്ടൊക്കെ അങ്ങ് നിൽക്കുക. ബീഫ് അച്ചാർ വേണ്ടിയവർ പറയണേ. പിന്നെ ഉടനെ ചിക്കൻ ഇടുന്നുണ്ട്, വേണമെങ്കിൽ ചിക്കൻ്റെ ഓർഡർ ഇടാം. ഇങ്ങനെ ഓരോന്ന് ഇനി ഇടുക. നാരങ്ങ ഡേറ്റ്സ് കൂടെ ഇടണം. ഓക്കെ. അപ്പോൾ ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് ഇട്ട് ഇച്ചിരി ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് ഉരുളൻകിഴങ്ങ് മസാലയും അതിൻ്റെ കൂടെ പൂരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്ന് ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി ഇനി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. പൂരി ഉരുളൻകിഴങ്ങ് മസാലയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഒത്തിരി അങ്ങ് വഴട്ടിയൊന്നും എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. അതിനോടുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ ഒന്ന് വാടി, കുറച്ചൊന്ന് പച്ചപ്പ് പോയി ഇച്ചിരി കിച്ചായിരിക്കുന്ന പരുവായപ്പം ഞാനതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ മല്ലിപ്പൊടിയൊന്നും ചേർക്കത്തില്ല. ഞാനിപ്പോൾ ഇതെല്ലാം ഇത്തിരി ഒന്ന് ചേർത്തിട്ട് അതൊന്നായി പച്ചമണം പോതണം വരെ ഇച്ചിരി ഒന്ന് ഇളക്കി. പൂരി ഉണ്ടാക്കാൻ കാര്യം ഞാൻ പറയില്ലേ, ഞങ്ങൾ നാട്ടിൽ പോകുന്ന ആ സമയത്തുള്ള വീഡിയോ ആണ്. അപ്പം ഗോതമ്പൊടിയൊക്കെ ഇവിടെ ഇരുന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് ഉള്ളതെല്ലാം പച്ചരിയാണെങ്കിലും ഗോതമ്പൊടിയാണെങ്കിലും എല്ലാം ഞാനങ്ങ് തീർത്ത്. ഇവർക്കങ്ങനെ അധികം ഒന്നും വേണ്ട. ഇച്ചിരി മുളക് പൊടിയൊക്കെ പിന്നെ പച്ചക്കറിയൊക്കെ ചിലതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വരുന്നില്ലായിരുന്നു ജോലിക്ക്. പിന്നെ ഞാൻ അവളെ വിളിച്ച് അവൾക്കത് കൊടുത്തു. കുറച്ച് പച്ചക്കറിയാണ്, കുറച്ചൊക്കെ ഞാൻ എത്രയും നമ്മൾ ഉപയോഗിക്കുന്നോ അത്രയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് പോയത്. ചീനച്ചട്ടിക്കകത്തൊന്ന് ഇച്ചിരി മസാലപ്പൊടി, ആ പച്ചമുളകിൻ്റെ ഒക്കെ ക്രാണം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിൽ ഒന്ന് 3-4 വിസിലടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറിയ പീസുകളാക്കി അതൊന്ന് ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ടേ. ഞാൻ ആദ്യം ഗോതമ്പൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. അതിനുശേഷം പിന്നെ ഈ മസാല പരിപാടി അങ്ങ് തുടങ്ങി. ഉരുളൻകിഴങ്ങൊന്ന് മസാല ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായയൊക്കെ ഇടാമെന്ന് വെച്ച്. ഇത് കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി ഓരോരുത്തർക്കും കൊടുക്കാമല്ലേ.
ചായയൊക്കെ റെഡി ആയായിരുന്നു. ചായയൊക്കെ ഒഴിച്ച് ഞാൻ എൻ്റെ ചായ അവിടെ വെച്ചിട്ടുണ്ട്. ഇച്ചിരിച്ച കുടിക്കും. അപ്പം പൂരിയൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആദ്യത്തെ പൂരി താണ്ട് എൻ്റെ കയ്യിൽ നിന്നങ്ങ് ഗ്യാസിൽ പോയി. അപ്പോൾ ഇങ്ങനെ പൂരി ഇങ്ങനെ ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കിയതങ്ങ് ചൂടോടെ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ടേ. നാട്ടിൽ കൊച്ചുങ്ങൾ പറയുന്നത് പൂരിക്ക് പപ്പടം, ബിജിയാണ്ടി ഉണ്ടാക്കിയ പപ്പടം, ബിണിയാണ്ടി, ബിജി എന്നല്ല ജോഷ്മോൻ പറയുന്നത്, ബിണിയാണ്ടി ബിണീന്നാവും പറയുന്നത്. അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചപ്പാത്തിക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. മുട്ടക്കറി ആണെങ്കിൽ എല്ലാവരും സന്തോഷം. അപ്പം നാട്ടിൽ വെച്ച് നമ്മുടെ 3 കോഴിയേ ഉള്ളൂ. അതിൽ ഇടയ്ക്കിടയ്ക്കേ അതുങ്ങൾ ഇടത്തുള്ളൂ. അപ്പോൾ അത് ആ തോടിന് ഇത്തിരി ബ്രൗൺ കളർ, വെള്ള കളറല്ലല്ലേ. അപ്പോൾ അത് കാണുമ്പം പ്രൈസിന് ഭയങ്കര അവൻ അത് മതിയെന്നും പറഞ്ഞ് നിൽക്കും. അപ്പോൾ വീട്ടിലത് തികഞ്ഞില്ല എങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഈ വെള്ളമുട്ടയും ചിലപ്പോൾ വാങ്ങിക്കും. അപ്പോൾ ഇത് ഡെയിലി ഇടുവാണെങ്കിൽ നമുക്കത് തികയും. നേരത്തെ 7 കോഴിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പട്ടിയും കീരിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി എല്ലാത്തിനെ. നാട്ടിൽ കോഴി മുട്ട ഇടാനായിട്ട് അവിടെ ഒരു കാർഡ്ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് വന്നിടുന്നത്. അപ്പോൾ പ്രൈസൻ്റെ ചിന്ത കോഴി ഇപ്പം മുട്ട ഇട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അവൻ ചിന്തിക്കുന്നത് വീണ്ടും അത് വന്ന് ഇടുമെന്നാണ്. ഞാൻ പറഞ്ഞിടാ, ഒരു മുട്ട ഇടത്തുള്ളടാ. അവൻ ഈ കോഴികൾ വന്നിരിക്കുമ്പം തൊട്ടിങ്ങനെ അതിനോട് എന്തെല്ലാമാ ചോദിക്കുന്നത്. ഓരോന്നൊക്കെ ചോദിക്കും. സുഖമാണോ, നിൻ്റെ കുഞ്ഞ് വന്നോ ഇപ്പം, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അവിടെ പോയി കാവലവൻ. ഞാൻ ഉള്ളി വഴറ്റിയ പാത്രമല്ല ഇത്, കാണുമ്പോൾ മനസ്സിലാവില്ല അതെന്തുവാന്നോ. ഉള്ളി ഇങ്ങനെ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഇച്ചിരി തുണികളൊക്കെ അടുക്കി പറക്കാൻ പോയായിരുന്നു. അടുക്കി പറക്കാൻ പോയ നേരം കൊണ്ട് പിന്നെ ഉള്ളി ഇച്ചിരി ഒന്ന് അടുക്കി പിടിച്ച്. അപ്പം ഞാൻ ആ മുകളിലുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പാത്രം അങ്ങ് മാറ്റി. അതുകൊണ്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ വഴന്ന് കിട്ടി. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കട്ടെ. പല കാര്യങ്ങളല്ലായിരുന്നു. അയ്യോ, നാട്ടിൽ അതാ നമ്മൾ പറയുന്നത്, ഒരു വീട് അടച്ചിട്ടിട്ട്, ഇതിപ്പോൾ അടച്ചിട്ടിട്ടല്ലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേയും കൂടെ ജോലി കൂടുതലായി. ഇവർക്കുള്ള എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെക്കണം, പിന്നെ തുണികൾ മടക്കണം, തുണികളെല്ലാം അതാത് സ്ഥാനത്ത് വയ്ക്കണം. എന്തു വന്നാലും പോകുമ്പോഴും വരുമ്പോഴും നമുക്ക് നല്ലൊരു ഒരാഴ്ചത്തേക്കിന് വീടൊന്ന് സെറ്റിലാവണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും എടുക്കും. അപ്പം ഞാനിത് ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ഇത്തിരി ഗ്രേവി ആക്കിയിട്ടുണ്ടേ. മുട്ട ഞാനൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ ഞാൻ ഒത്തിരി ചാറാക്കിയില്ലെന്ന്, ഇത്തിരി ഗ്രേവി ആയിട്ട്, തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തത്. ഇതിപ്പോൾ ഇത്രയാണെങ്കിലും തണുക്കുമ്പോൾ കുറേയും കൂടെ അങ്ങ് തിക്കായായിരുന്നു. അത് ഞാനങ്ങ് അതോടെ ഇച്ചിരി നേരം ഒന്ന് അടച്ചിടുക. അത് കഴിഞ്ഞ് ഞാൻ കഞ്ഞിക്ക് അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഇടണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ട മത്സരമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇവർക്ക് ഇവിടെ ചപ്പാത്തിയല്ലേ കൊടുക്കുന്നത്. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇവർക്കിനി ചപ്പാത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും അവർക്ക് 3 ചപ്പാത്തി കൊടുക്കട്ടെ. റീച്ചാൻ ഓഫീസിൽ പോയി. അപ്പം മീൻ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ വീഡിയോ അല്ല ഇതെന്ന്. അന്നേരം ഒരു മീൻകറി കൂട്ടാൻ തോന്നി. കുറേ നാളായിരുന്നു മീൻ വാങ്ങിച്ചിട്ട്. അപ്പം രാവിലെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇവിടെയുള്ള ആ ആൾക്ക് ഫോൺ ചെയ്തോണ്ടേ അയല ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് എത്രയായിരുന്നു, 350 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു കിലോ. അപ്പോൾ അത് കൊണ്ടുവന്ന് ഞാൻ ആ കവറൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ വെക്കാമെന്ന് വെച്ച്. അപ്പം മീൻ ഇങ്ങനെ അവർ അതിൻ്റെ അകത്തെ ചെകിളയൊക്കെ കളഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കിനി നല്ല പരിപാടിയുണ്ട്. അപ്പം അവർക്ക് ഇത് ഇനിയിപ്പോൾ സാവകാശം വെച്ചിട്ട് എൻ്റെ പണികളിങ്ങനെ നടക്കുന്നല്ല ഉള്ളു. അപ്പോൾ അവർ വെട്ടിയത് ഇങ്ങനെ അതിൻ്റെ ഇവിടുത്തെ ഈ വാലും അതൊന്നും കളയത്തില്ല. അകത്തെ ആ ഇത്തിരി വേസ്റ്റ് എടുത്ത് കളഞ്ഞെന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇനി ഇച്ചിരി ചെതുമ്പലും ഉണ്ട്. വാലും കണ്ടില്ലേ അവർ കട്ട് ചെയ്തേക്കുന്നത്. അത് കുറച്ചുകൂടെ ഞാനും കട്ട് ചെയ്ത് കളയും. പിന്നെ പുറത്തെ ആ മുള്ളുണ്ടല്ലേ, അതൊന്നും അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പം ബാക്കി നമുക്ക് പിന്നെ ആ ചെകിളയങ്ങ് ചെകിള പോട്ടെ, അകത്തെ ആ അഴുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞെന്നുള്ള ഇതേ ഉള്ളൂ. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ മീൻ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മീൻ കറി വെക്കട്ടെ. എനിക്കിപ്പോഴും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കപ്പ കൊണ്ടുവരണം. ഞാനെന്നാൽ എറണാകുളത്തു നിന്ന് കപ്പ വാങ്ങിക്കാമെന്നുള്ള ഇതിലാണ് ഇരുന്നത്.
പക്ഷേ വാങ്ങിക്കാൻ പറ്റിയില്ല. അതാ നമ്മൾ ചിന്തിക്കുന്ന ഒന്നും നടക്കത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒന്ന് എന്തൊക്കെയാണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ആണെങ്കിലും നുള്ളിപ്പറക്കിയെങ്കിലും 70 കിലോ ആയായിരുന്നു. പിന്നെ കപ്പയും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ നമുക്ക് അതും ദൈവഹിതം ഒന്ന് ചിന്തിക്കുക. കപ്പയും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ എങ്ങനെയും വെയിറ്റും കൂടിയതായിരുന്നു. പിന്നെ അവിടെ എടുത്ത് മാറ്റണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണമായിരുന്നു. അതും കാര്യം കപ്പ വാങ്ങിക്കാഞ്ഞതും അവിടെ കാണാഞ്ഞതും. 70 കിലോയും ഒരു ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തേങ്ങയുടെ നാട്ടിലാണെങ്കിലും തേങ്ങ കടകളിൽ കിട്ടാനേ ഇല്ലെന്ന്. ചില കടകളിൽ തേങ്ങ ചോദിച്ചാൽ ഇല്ല, അത്രയ്ക്ക് തേങ്ങയുടെ വിലയായി. ഇനിയിപ്പം കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടായിരുന്നു, 25-26 ഒക്കെ ആകുമ്പോഴത്തേക്കിന് 1 കിലോ തേങ്ങയ്ക്ക് 100-150 രൂപയൊക്കെ ആവുമെന്ന്. മുന്നോട്ട് പോകും തോറും സാധാ മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇക്കാലത്ത് ഒരാളുടെ പേയ്മെൻറ്റും കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ, സാധാ കുടുംബങ്ങൾ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ 2 പേരൂടെ ജോലി ചെയ്താൽ നമുക്ക് മക്കളെയൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് പോകാം. ഞാൻ മീനൊക്കെ പറക്കിയിട്ട് ഉലുവാപ്പൊടി ഇട്ട് അതിനി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. ലാസ്റ്റിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇനി ഒന്ന് വിരിച്ചിടണം. അപ്പോൾ മീൻകറിയൊക്കെ വറ്റി. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെയൊക്കെ ഇത്രയൊക്കെയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മീനെടുത്ത് മസാല പുരട്ടി വെച്ച് അത് വൈകിട്ട് വറക്കാമെന്ന് വെച്ച്, ഇവർക്ക് വൈകിട്ട് അത്താഴം കഴിക്കുമ്പോഴേ. അപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി. പിന്നെ വൈകുന്നേരം 4 മണിയായിരുന്നേ. യുവമാർക്ക് വിശക്കെന്ന് പറയണേ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല വെജ് പാറ്റീസ് ഉണ്ടല്ലേ, അത് വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു. അതിനിയും വെച്ചിരുന്നാൽ റീച്ചാനൊന്നും ഉണ്ടാക്കി കഴിക്കത്തുമില്ല. അപ്പം ഞാൻ അതെടുത്ത് കളയേണ്ടതെന്ന് പറഞ്ഞ് യുവമാർക്ക് അതുണ്ടാക്കി വൈകിട്ട് അവർക്ക് ഡാഡിക്കും അവനും കൊച്ചിനൂടെ കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഉച്ചക്കത്തെയൊക്കെ കഴിഞ്ഞു. അതിന് കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെ ഞാൻ വൈകിട്ട് ഇവരുടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ ഞാൻ മസാല പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അതിപ്പോൾ എടുത്ത് അതൊന്ന് വറക്കാനായിട്ട് ഇട്ട് അത്താഴത്തിന് എടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ കുറച്ച് ബീട്രൂട്ടും കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അതെന്നാൽ എടുത്ത് അരിഞ്ഞേ അങ്ങ് ഉപ്പി പറ്റിച്ച് അത് മെഴുക്ക് പുരട്ടി പോലെ ആക്കിയാൽ നല്ലതാണ്. എനിക്കിങ്ങനെ മെഴുക്ക് പുരട്ടി ടൈപ്പ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആ മെഴുക്ക് പുരട്ടി ഈ മീൻ വറുത്തതും മീൻ ചാറും ഉണ്ടെങ്കിൽ പിന്നെ ആ മീൻ കഷ്ണത്തിൻ്റെ ആവശ്യമില്ല, മീൻ ചാറും ഉണ്ടെങ്കിൽ അടിപൊളി. ഞാൻ ആ ബീട്രൂട്ടും കോവയ്ക്കയും ഉപ്പി പറ്റിച്ചായിരുന്നു. എന്നിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടത് ഇച്ചിരി ഗരം മസാല ഇട്ടുവിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് അതൊന്ന് നന്നായി മൂപ്പിച്ച് മൊരിച്ചെടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.